ഹലോ മച്ചാമാരെ, ഞാൻ നിങ്ങളുടെ ടാങ്കോ ചാനലാണ്. അപ്പോൾ നമ്മൾ അമർനാഥ് യാത്രയിലെ രണ്ടാമത്തെ ദിവസം പെഹൽഗാമിലെ നുൻവാസ് ബേസ് ക്യാമ്പിലാണുള്ളത്. അപ്പോൾ അവിടെ വൈകുന്നേരം എത്തിയോണ്ട് 4 മണിക്ക് ശേഷമാണ് എത്തിയിരുന്നത്. അപ്പോൾ അവിടെ വൈകുന്നേരം നല്ല അടിപൊളി കാഴ്ചകളായിരുന്നു. ഇവിടെ കഴിക്കാനുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ തയ്യാറെടുപ്പായിരുന്നു. വൈകുന്നേരം 4 മണിയായതുകൊണ്ട് തന്നെ അവർ തയ്യാറെടുപ്പിലാണെങ്കിലും നമ്മൾ കഴിക്കാനുള്ള തയ്യാറില്ലായിരുന്നു. ഇവിടെ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഫ്രീ ആണ്. ഓരോ ട്രസ്റ്റിൻ്റെ വക അവരുടേതായ ഭക്ഷണങ്ങളൊക്കെ നമുക്ക് കിട്ടും. ഞാൻ 4 മണിയായതുകൊണ്ട് ഒരു സൂപ്പ് കഴിച്ച്, നല്ല അടിപൊളി വെജിറ്റബിൾ സൂപ്പായിരുന്നു. അതിങ്ങനെ ആസ്വദിച്ച് കഴിച്ച് ആ സമയത്താണ് എനിക്ക് ഓർമ്മ വന്നത്, ഒരു പോസ്റ്റ് ഇട്ടല്ല ഇൻസ്റ്റാഗ്രാമിൽ. അങ്ങനെ ഞാൻ എൻ്റെ സ്റ്റോറി ഇൻസ്റ്റാഗ്രാമിൽ ഈ ഫോട്ടോ ഇട്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ദൈവട കഴിച്ച്. നമ്മുടെ നാട്ടിൽ വലിയ ഫേമസ് ഒന്നുമില്ലെങ്കിലും ഇവിടെ ഭയങ്കര ഫേമസ് ആയിരുന്നു. ഒരു പുളിയും മധുരവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ദൈവടയായിരുന്നു. അത് കഴിച്ച ശേഷം നമ്മുടെ സ്വന്തം ദേശീയ ഭക്ഷണമായ ദോശ നമ്മൾ കഴിച്ചിരിക്കുകയാണ്. അതൊക്കെ കഴിച്ച സമയത്ത് രാത്രിയായിരുന്നു. രാത്രി ചെറിയ രീതിയിൽ മഴ ഉണ്ടായിരുന്നു. പിന്നെ ഈ കടകളിലൊക്കെ നല്ല രീതിയിൽ ലൈറ്റൊക്കെ വെച്ച് നല്ല അലങ്കരിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ക്യാമ്പും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ആസ്വദിച്ച് കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെയുള്ള അടിപൊളി ബേസ് ക്യാമ്പായിരുന്നു അവിടെ. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. ഇവിടെ 300 രൂപയാണ് ടെൻറ്റിന്. ഭക്ഷണവും കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രീ ആണ്. നമ്മുടെ യാത്രക്ക് വരുന്ന എല്ലാവർക്കും സ്റ്റേ ചെയ്യാനുള്ളൊരു ക്യാമ്പായിരുന്നു ഇത്. അതുപോലെ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പഞ്ചാബി ധാബ ആയിരുന്നു. അവിടെ ഉള്ളൊരു പഞ്ചാബി ധാബയിൽ പോയിട്ട് നല്ല അടിപൊളി ഡാൻസൊക്കെ ഉണ്ടായിരുന്നു അവരുടേതായ രീതിയിൽ. നമ്മളതൊക്കെ കണ്ട് നല്ല അടിപൊളി ഒരു ധാബയായിരുന്നു. അവിടെ പ്രോഗ്രാം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അമർനാഥ് യാത്രക്ക് വരികയാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുന്ന മതി. ഞാനിവിടെ ഡ്യൂട്ടിയിലാണ് ഉള്ളത്. അപ്പോൾ മറക്കണ്ട, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, മണി കൂടി അടിച്ചേക്കണേ.